പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. ദീപം മറച്ചു വയ്ക്കരുതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദീപം ഒരിക്കലും മറച്ചു വയ്ക്കാനുള്ള ഒന്നല്ല, മറിച്ച് അത് പ്രകാശം പരത്തുന്ന ഒന്നാണ്. ഒരു മെഴുകുതിരി പ്രകാശം പരത്തുമ്പോൾ മെഴുകുതിരി ഉരുകിത്തീരുന്നുണ്ട്. ആ ഉരുകിത്തീരലാണ് നമ്മുടെ ജീവിതവും. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒക്കെ സ്വയം ഉരുകിത്തീരുന്നത് കൊണ്ടാണ് ആ കുടുംബം മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുന്നത്. മാമോദീസായിൽ ആരംഭിച്ച നമ്മുടെ വിശുദ്ധിയുടെ ജീവിതം അവിടെ വൈദികൻ ഒരു തിരിതെളിച്ച് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിന്റെ പ്രകാശമായി ഈശോ നിനക്ക് മാർഗദർശിയായിരിക്കട്ടെ എന്ന്. നമ്മുടെ മാർഗത്തിൽ എവിടെയെങ്കിലും അന്ധകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. നമ്മുടെ ദീപം എവിടെയോ അടഞ്ഞു പോയിട്ടുണ്ട്. അന്ധയാചകൻ വിളക്കുമായി പോയ കഥ നമുക്ക് അറിയാം. അവസാനം വിളക്ക് മാത്രമായി ഇടയ്ക്ക് എവിടെയോ അവന്റെ വിളക്കിലെ എണ്ണ തീർന്നു പോയത് അവൻ അറിഞ്ഞിരുന്നില്ല. ഈ നോമ്പുകാലം നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ ആത്മീയ പ്രകാശം മറച്ചു വയ്ക്കപ്പെടാതെ നമ്മുടെ പാതയിൽ നീട്ടിയ വിശ്വാസം പാരമ്പര്യങ്ങളിലൂടെ കൂദാശകളിലൂടെ ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തിന്റെ ഇടങ്ങളിൽ പ്രകാശമായി തീരുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ.